നേർവഴി എന്ന ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 25-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നേർവഴി എന്ന് പറഞ്ഞാൽ ചതിയില്ലാത്ത വഴി, കൺഫ്യൂഷൻ ഇല്ലാത്ത വഴി, തെറ്റിപ്പോകാത്ത വഴി, തിരിഞ്ഞു നോക്കണ്ടാത്ത വഴി, നിത്യതയിലേക്കുള്ള വഴി, ദൈവരാജ്യത്തിലേക്കുള്ള വഴി, മോക്ഷത്തിലേക്കുള്ള വഴി. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇതാര് കാണിക്കുന്നു? നീതിമാനായ ദൈവം കാണിക്കുന്നു. യഹോവ നല്ലവനും നീതിമാനുമാകുന്നു, അതുകൊണ്ട്. എന്തുകൊണ്ട്? ദൈവം നീതിമാനായതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. വഴി ഇതാകുന്നു, വഴി ഇതാകുന്നു, വഴി ഇതാകുന്നു എന്ന് ആദം മുതൽ ഇന്ന് വരെയുള്ള സകല മനുഷ്യരെയും ദൈവം കാണിക്കുന്നു. ദൈവം കാണിക്കുന്നു. ജീവനും മരണവും, ഇരുട്ടും വെളിച്ചവും, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ആദമിനോട് പറഞ്ഞു, ഇതാണ് വഴി. എന്നാൽ ഇന്ന ഒരു കാര്യം, അത് മാത്രം നോയാണ്. പക്ഷെ ആ നോ എന്ന് പറഞ്ഞതിലോട്ടാണ് നോട്ടം. അതാണ് അപകടം ഉണ്ടാക്കിയത്. ദൈവം നീതിമാനാണ്, ദൈവം നീതിമാനാണ്, അതുകൊണ്ട് അവൻ പാവികളെ നേർവഴി കാണിക്കും. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് കേൾക്കണം. ആദം മുതൽ ഇന്ന് വരെ എത്ര കോടി മനുഷ്യരിവിടെ വന്നു പോയി എന്നറിയില്ല. ഇപ്പം 800 കോടി കവിഞ്ഞെന്ന് പറയുന്നു. ഇപ്പം ഇത്രയും മനുഷ്യരിൽ ഒരൊറ്റ ആൾ പോലും നീതിയുള്ള വഴി എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൻ്റെ വഴി എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ ചതിക്കപ്പെട്ടു, എനിക്ക് വഴി അറിയില്ലായിരുന്നു എന്ന് പറയാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി പോകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി പോകാം. പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് കിടപ്പുണ്ട്, ഇത് തെറ്റായ വഴിയാണ്, ഇതല്ല വഴി. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതാണ് അതിൻ്റെ അർത്ഥം. സകല മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം മനസാക്ഷിയുടെ വിളക്ക് വെച്ചിട്ടുണ്ട്. ആ വിളക്ക് ഊതിക്കെടുത്തരുത്. മനസാക്ഷി മരവിച്ചു പോയവരും ഹൃദയം കഠിനപ്പെട്ടവരും കുറ്റബോധമില്ലാത്തവരുമൊക്കെ സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്നറിയാവോ? മനസാക്ഷി മരവിച്ചതാണ്. നമ്മളാരും അങ്ങനെ ആകാതിരിക്കട്ടെ. ഒരു കുമ്പസാര കഥയുണ്ട്. ഒരു മനുഷ്യനെ ഇങ്ങനെ കുമ്പസാരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്രായമായ ആളാണ്, പിന്നെ സ്വർഗത്തിലേക്ക് പോകാനാ. എന്നാൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒരു ബോർഡൊന്ന് തിരിച്ചു വെച്ചായിരുന്നെന്ന് പറഞ്ഞു. എന്ന് അതൊരു 10-12 വയസ്സുള്ളപ്പോഴാണ്. എന്തോ തിരിച്ചു വെച്ചത്? അതൊരു ബോർഡിൽ എഴുതിയിരിക്കുന്നു, ഒരു ആരോ ഇട്ടിരിക്കുക,
ഇത് മാവേലിക്കരയ്ക്ക്, ഇത് തിരുവനന്തപുരത്തിന്. അത് നേരെ തിരിച്ചു വെച്ചു. ഇങ്ങോട്ട് പോയാൽ തിരുവനന്തപുരം ഒന്നും, അങ്ങോട്ട് പോയാൽ മാവേലിക്കര ഒന്നും ആക്കി. അത്രേ ഉള്ളെന്ന് പറഞ്ഞു. ഒരു ബോർഡ് തിരിച്ചു വെച്ചുള്ളത്. കുമ്പസാരി ചാച്ചൻ പറഞ്ഞു, നീ എത്രയോ മനുഷ്യരെ വഴിതെറ്റിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർ നിന്നെ പിരാഗി. തിരുവനന്തപുരം ആന്നോർത്ത് പോയി മാവേലിക്കര ചെന്നു, മാവേലിക്കര ആന്നോർത്ത് പോയി തിരുവനന്തപുരത്ത് ചെന്നു. എത്ര ലക്ഷം ഡീസൽ നീ കത്തിച്ചു. എത്രയോ വിലപ്പെട്ട പ്രോഗ്രാം സമയത്ത് പോകാനൊത്തില്ല. ഒരു ബോർഡൊക്കെ തിരിച്ചു വെച്ചാൽ എന്തൊരു ചതിയാണ്. അപ്പം ഈ എന്നെ പോലെയുള്ള ആളുകൾ ഈ ബോർഡ് തിരിച്ചു വെക്കുന്നവരാണ്. ഞാൻ ഈ പറയുന്ന വചനം തെറ്റിച്ചു പറഞ്ഞാൽ എന്നെപ്പോലെ നിർഗുണനും ശപിക്കപ്പെട്ടവൻ ലോകത്തിലില്ല. കാരണം എത്ര ലക്ഷം പേരെയാണ് ഞാൻ വഴിതെറ്റിക്കുന്നത്. അപ്പോൾ ഉപദേശിമാർ, പ്രസംഗികർ, പ്രവാചകന്മാർ, അധ്യാപകർ എല്ലാവരും വഴിതെറ്റിക്കുകയാണ്. ഉയർന്ന പദവിയിലിരുന്നു കൊണ്ട് തെറ്റായ പദങ്ങൾ പറയുകയും തെറ്റായ പ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്താൽ അനേകരെ വഴിതെറ്റിക്കുകയാണ്. ദൈവം പറയുകയാണ്, വചനം പറയുകയാണ്, ദൈവനീതിവാനാണ്, അവനാരെ വഴിതെറ്റിക്കുകയില്ല. അവൻ്റെ വചനം പ്രകാരം നീ പോയാൽ നീ നിത്യരാജ്യത്തിലെത്തും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയെ നടന്ന് നേർവഴിയെ സഞ്ചരിച്ച് നിത്യതയെ പുൽകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.